അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദാമ്പത്യ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങൽ സാധാരണയാണല്ലോ. എന്നാൽ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കോ ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ സ്നേഹം കുറവുണ്ട് എന്ന് തോന്നിയാൽ സ്നേഹം അധികരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യത്തിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കാര്യം ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾ തമ്മിൽ അതിയായ സ്നേഹത്തിലായി മാറും. വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക. മിന്നത്തുർ റഹ്മാൻ എന്ന കിതാബിൽ പറഞ്ഞ ആത്മീയ ടിപ്സാണ് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹവും അനുരാഗവും പ്രേമവും സമാധാനവും നിലനിൽക്കാനായി മഹാനായ ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. ദാമ്പത്യ പ്രശ്നം നേരിട്ട ഒരാൾ തൻ്റെ വിഷമം പറയാൻ മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചെന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞുകൊടുത്ത കാര്യമാണിത്. 2 പുഴുങ്ങിയ കോഴിമുട്ടയെടുക്കുക. ഈ കാര്യം കോഴിമുട്ടയിലും ചെയ്യാം, കോഴിമുട്ടയില്ലെങ്കിൽ വെള്ളത്തിലും ചെയ്യാവുന്നതാണ് എന്ന് കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. 2 പുഴുങ്ങിയ കോഴിമുട്ടയെടുത്ത് ഒന്നാമത്തെ കോഴിമുട്ടയിൽ സൂറത്തു ദാരിയാത്തിലെ 47-ാം വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ എന്ന ആയത്ത് ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. രണ്ടാമത്തെ കോഴിമുട്ടയിൽ സൂറത്തു ദാരിയാത്തിലെ 48-ാമത്തെ ആയത്ത് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ എന്ന ആയത്ത് ഓതി മന്ത്രിക്കുക. 2 പേരും ആ 2 കോഴിമുട്ട കഴിക്കുകയും ചെയ്യുക. കോഴിമുട്ടയിൽ ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾ 2 ഗ്ലാസ് വെള്ളത്തിൽ മേൽ പറഞ്ഞ ആയത്തുകൾ മന്ത്രിച്ച് 1 ഗ്ലാസ് വെള്ളം ഭർത്താവും മറ്റേ ഗ്ലാസ്സിലെ വെള്ളം ഭാര്യയും കുടിക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹക്കുറവുള്ളവരും പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നവർക്കും ഇത് ഇടയ്ക്കിടെ ചെയ്യാവുന്നതാണ്. ആയത്തുകൾ എത്ര വട്ടം മന്ത്രിക്കണമെന്ന് ചോദിച്ചാൽ 1 തവണയോ അതല്ലെങ്കിൽ 3 തവണയോ 7 തവണയോ നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലി മന്ത്രിക്കാവുന്നതാണ്. 2-ൽ ആരെങ്കിലും ഒരാൾ മന്ത്രിച്ചാൽ മതി. ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ മന്ത്രിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിടയിൽ നല്ല ഐക്യവും സ്നേഹവും വളരാൻ ഇത് കാരണമായി തീരും. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.